പെരിന്തൽമണ്ണയ്ക്കടുത്ത് മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങിയത് നാട്ടുകാരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. റോഡ് മുറിച്ചു കടക്കുന്ന പുലിയുടെ ദൃശ്യം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു. ഒരു മാസം മുൻപും ഇതേ പ്രദേശത്ത് പുലിയെ കണ്ടിരുന്നുവെങ്കിലും വനം വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല. മുൻപ് പുലിയെ കണ്ടതിനെ തുടർന്ന് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചുവെങ്കിലും പുലിയെ പിടികൂടുവാൻ സാധിച്ചില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കൂടെടുത്ത് മാറ്റുകയും ചെയ്തു. ഇതോടെ നിസ്സഹായരായ നാട്ടുകാർ സ്വന്തം ചിലവിലാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. ഈ ക്യാമറയിലാണ് ഇപ്പോൾ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. പുലിയെ എത്രയും പെട്ടെന്ന് പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മണ്ണാർമലയിലെ പുലിഭീതി നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ നിരീക്ഷണ ക്യാമറ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അതിന് ശേഷവും ഇവിടെ സഞ്ചരിക്കുന്ന വഴിയാത്രക്കാർ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മെയ് 2025 1-ാം തീയതി രാത്രി 11:45 വ്യാഴാഴ്ച രാത്രി 11:45 വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവർ അറിയിക്കുകയും അവർ കെണി സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ഒരു സമയത്താണ് മലപ്പുറത്ത് തൃക്കനങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത്. അപ്പൊ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു. അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ 2-3 പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ആഴ്ചത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട്. നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത്. ഞങ്ങൾ പല രീതിയിലും ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല. വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പുലി പാസ് ചെയ്യുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പുലി നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്ന് പഞ്ചായത്ത് അംഗം ഹൈദർ തോരപ്പയും അഭ്യർത്ഥിച്ചു. പലതവണ പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിട്ടും വനം വകുപ്പ് ഇത് നിഷേധിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വനം വകുപ്പ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.